എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണം കഴിഞ്ഞു, എന്നാലും മറുനാടൻ മലയാളികളായ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇപ്പോഴും ഓണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഡൽഹിയിലുള്ള ഞങ്ങളുടെ വസന്ത് കുഞ്ച് മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൻ്റെ കാഴ്ചകളാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലേഖ. വെൽക്കം ടു മൈ ചാനൽ. ഈ പ്രാവശ്യത്തെ ഓണം പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളിവിടുന്ന് ബസ്സൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരു ബസ്സിൽ ഒരുമിച്ച് കുറച്ച് ദൂരം യാത്ര. അത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അത് നമ്മൾ ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫാം ഹൗസിലെത്തി. ഈ മനോഹരമായ ഫാം ഹൗസിൻ്റെ പേരാണ് ബീജോം. ഇത് ഒരു ആനിമൽ സാങ്ച്വറിയും പിന്നെ ഒരു അഗ്രികൾച്ചറൽ ഫാം കൂടിയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് താജ്പൂർ വില്ലേജിലാണ്. ഫാം ഹൗസിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള കാഴ്ചയാണ് ഇതൊക്കെ. വളരെ മനോഹരമായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു നടപ്പാത, പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കോഴികളും താറാവ്, ആട് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ എൻട്രൻസിലെത്തും. അപ്പം അവിടെ ഞങ്ങളെല്ലാവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഫൗണ്ടറായിട്ടുള്ള അപർണ മേഡവും സായി സാറും കൂടെ. അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു മലയാളി തനിമയോട് തന്നെയാണ് ഈ ഒരു ഫാമും നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അപർണ മേഡവും സായി സാറും മലയാളീസാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എല്ലാം ഒരു മലയാളി ടച്ച് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. ഞങ്ങളൊന്ന് ഉഷാറായി. അപ്പം അതിനുശേഷം ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഈ ഫാമിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് തുടങ്ങിയത് 2014 അത് തുടങ്ങാൻ കാരണം ഒരു കുതിരയായിരുന്നു എന്നാണ് അപർണ മാം പറഞ്ഞത്. അപ്പോൾ അതിനെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ നോക്കിയതാണ്. അങ്ങനെയാണ് ഈ ഒരു ബീജോം ഫാമിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ഫാം. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ആ ഫാമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്. അപ്പോൾ ഈ ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പലതരം പശുക്കൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഇവിടുത്തെ അമ്പലം. ഓടൊക്കെ പാകിയിട്ടാണ് ഇവിടുത്തെ അമ്പലം ഇവിടുത്തെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ് ഈ അമ്പലത്തിന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഇവിടെ ഒക്കെ ചുറ്റി കണ്ടതിന് ശേഷം പിന്നെ സദ്യയിലേക്ക് കടന്നു. സദ്യ എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രൻ സദ്യ തന്നെയാണ് കേട്ടോ. ഇലയിട്ട് വിളമ്പിയ അടിപൊളി സദ്യ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സദ്യ ഉണ്ടാക്കിയതിൽ ഒരാൾ പോലും മലയാളി ഇല്ല എന്നതാണ്. Happy birthday, Jasmega. Happy birthday to you. How sweet the song that says.
എനിക്കും അത് ഇത്രയും പെട്ടെന്ന് പഠിച്ച് അവതരിപ്പിക്കാൻ സന്മനസ് കാണിച്ച ഓരോരുത്തർക്കും ലിംഗയുടെ ഹൃദയം നിറഞ്ഞതാണ്. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഇതാ ചായയും ഉള്ളിവടയും. പിന്നെ ഉള്ളിവട ഒരു പ്രത്യേകം അതിന് താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നമ്മൾ മലയാളികളല്ലാത്ത ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാ പാചകക്കാരും. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക താങ്ക്സ്. പിന്നെ ഇതാ ബിജോമിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സും ഞങ്ങൾക്ക് തന്നു. പിന്നെ അവിടെയുള്ള വില്ലേജിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അവർ തന്നെ അവിടെ ഓരോരോ പണിയെടുത്തിട്ട് ആ പ്രോഡക്ട്സും വിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് ഗാർഡൻ ഫ്രഷ് വെജിറ്റബിൾസും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഓണം പരിപാടിയായിരുന്നു ഈ വർഷം VKMA സംഘടിപ്പിച്ചത്. അപ്പം എല്ലാവർക്കും ഒരു താങ്ക്സ് അറിയിക്കുകയാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിന്. അപ്പം ഞങ്ങളെല്ലാവരും ടയേർഡായി കേട്ടോ. അപ്പം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.